നമസ്തേ, സംഹിത ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷാചാര്യ കൃഷ്ണകുമാർ പോറ്റി. 24 വർഷത്തോളം ഞാൻ ജ്യോതിഷത്തിൻ്റെ ഫീൽഡ് കൈകാര്യം ചെയ്യുകയാണ്. 13 വയസ്സ് മുതൽ തന്നെ ഞാൻ ജ്യോതിഷത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും വിവിധ ഗുരുക്കന്മാരിൽ നിന്ന് ഈ വിദ്യ അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എന്നെ സന്ദർശിക്കാറുണ്ട്. നല്ല രീതിയിൽ ഈ ജ്യോതിഷ വിദ്യ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ വാരഫലമാണ് പറയാൻ പോകുന്നത്. വാരഫലം എന്നാൽ എന്താ? ഒരാഴ്ച, ഈ ആഴ്ചകളിൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ ശുഭകാര്യങ്ങൾ നടക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവലോകനമാണ് ഈ വാരഫലത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് 2024 ജൂലൈ മാസം 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ 21-ാം തീയതി ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലമാണ് നമുക്ക് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മേടൻ രാശി. മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഇങ്ങനെ 2.25 നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ ധനസമ്പത്ത് ഉണ്ടാവുകയും പിന്നെ പുതിയ വാഹനങ്ങൾ, പിന്നെ വീട് വയ്ക്കുവാനുള്ള യോഗം, വസ്തു വാങ്ങിക്കുവാനുള്ള യോഗം, പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുവാനുള്ള യോഗം, ബിസിനസ്സിൽ വളരെയധികം മെച്ചമുണ്ടാവുക, പ്രതീക്ഷിക്കാതിനുള്ള ധനവരവ് ഉണ്ടാവുക എന്നിവയെല്ലാം ഫലമായി വരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 6ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ അസുഖം വരികയും അതുവഴി ധനസമ്പത്ത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തന്നെ പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുക, കറുകഹാരം വാങ്ങി നൽകുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദോഷശാന്തി ഉണ്ടാകുന്നതാണ്. ഇടവൻ രാശി. ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയും രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും. നിങ്ങൾക്ക് ഈ വാരം അത്ര ശുഭകരമല്ല. കാരണം എന്തെന്നാൽ ശാരീരികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുക, തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, വരവിനേക്കാൾ അധികം ചിലവുണ്ടാവുക എന്നിവയെല്ലാം നിങ്ങളുടെ ഫലമായി വരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. കാരണം എന്തെന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടാനുള്ള യോഗമുണ്ട്. പിന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 5ാം ഭാവത്തിലെ കേതു നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാരം നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുക. പരിഹാരമായിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ധാരയും നടത്തി മൃത്യുഞ്ജയാർച്ചന പോലുള്ള വഴിപാടുകളും നടത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മിഥുനൻ രാശി. മിഥുനൻ രാശിയിൽ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, അതായത് ആദ്യത്തെ 3 പാദം എന്നർത്ഥം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫലം പറയുകയാണെങ്കിൽ 12ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് വളരെയധികം ദൂരെ യാത്ര ചെയ്യുവാനുള്ള ഒരു സമയമാണ്. പിന്നെ 9ാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് എന്ത് തരുന്നു? 9ാം ഭാവത്തിലെ ശനി പിതൃസംബന്ധമായിട്ടുള്ള സ്വത്ത് വകകൾ നിങ്ങൾക്ക് കിട്ടുവാനുള്ള യോഗമാണ്. 2ാം ഭാവത്തിലെ ശുക്രൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെയുള്ള ധനവരവ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച എന്നിവയെല്ലാം നിങ്ങൾക്ക് നൽകുന്നു. പക്ഷേ വരവിനേക്കാൾ അധികം ചിലവ് നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ സൂക്ഷിക്കുക. 4ാം ഭാവത്തിലെ കേതു നിങ്ങൾക്ക് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളും വഴക്കും മറ്റുമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളെ നല്ലതുപോലെ ഒന്ന് സൂക്ഷിക്കണം. കാരണം സുഹൃത്ത് ബന്ധങ്ങളിലൂടെ നിങ്ങൾ പറ്റിക്കപ്പെടുവാനും ഒക്കെയുള്ള സാധ്യത ഈ വാരം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് പാലഭിഷേകം പോലുള്ള വഴിപാടുകൾ നടത്തി ദോഷശാന്തി വരുത്തേണ്ടതാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ പുണർദം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം, അതായത് അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഈ വാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമശനി നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, ആരെങ്കിലും നിങ്ങളെപ്പറ്റി അപവാദം പറയുക, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, പിന്നെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഒറ്റപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അസുഖ സംബന്ധമായിട്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവഴിക്കേണ്ടി വരും ഈ വാരം. ശ്വാസം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പിന്നെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങളെ പിടിമുറുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നീരാഞ്ജനം നടത്തുക. ശാസ്താവിന് നീരാഞ്ജനം നടത്തി പരിഹാരം കാണേണ്ടതാണ്. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ധനം നഷ്ടം വരാം. കാരണം 7ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. 10ാം ഭാവത്തിൽ വ്യാഴമാണെങ്കിലും നിങ്ങൾക്ക്
തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. 10-ാം ഭാവത്തിൽ വ്യാഴം എന്ത് ചെയ്യും? നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താണ്? 8-ാം ഭാവാധിപനാണ് 10-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവുക, തൊഴിൽ സ്ഥലത്ത് കലഹം ഉണ്ടാവുക, നിങ്ങൾക്ക് കിട്ടേണ്ട ധനം നിങ്ങൾക്ക് കിട്ടാതാവുക, പ്രതീക്ഷിക്കാതെ ധനം നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ 7-ാം ഭാവത്തിൽ ശനി നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ദമ്പതി കലഹം ഉണ്ടാകും. പിന്നെ സന്താനങ്ങൾക്ക് അസുഖങ്ങളുണ്ടാകും. പിന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അലസത ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ വാരത്തിൻ്റെ ഫലമാകുന്നു. പരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാട് ശത്രു സംഹാരാർച്ചന നടത്തി പരിഹാരം കാണേണ്ടതാണ്. കന്നിരാശി. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം നക്ഷത്രം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. അപ്പോൾ ഈ രാശിയുടെ പ്രത്യേകത കേതുഗ്രസ്തമായ രാശിയാണ്. അതുകൊണ്ട് കേതു നിൽക്കുന്ന രാശിയായതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ വാരം നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല. സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കം ഉണ്ടാവുകയും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് കലഹം ഉണ്ടാവുകയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുകയും പിന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും അസുഖങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. വാഹനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ദൂരയാത്രയൊക്കെ വന്നു പെടുവാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ യാത്ര ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം പോലുള്ള സംഗതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ തന്നെയാണ് പോകേണ്ടത്. പോയി ഭഗവാനെ നാളികേരം ഉടയ്ക്കുക, പിന്നെ വഴിപാടുകൾ നടത്തി പ്രായശ്ചിത്തം നേടേണ്ടതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. നിങ്ങൾക്ക് ഈ വാരം എങ്ങനെയാണെന്നാൽ 8-ാം ഭാവത്തിൽ വ്യാഴം. 8-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്താ? എപ്പോഴും നഷ്ടത്തെയാണ് ഉണ്ടാക്കുന്നത്. 6-ാം ഭാവാധിപനാണ്. അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നു. 3-ാം ഭാവാധിപനാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. സഹോദരങ്ങളുമായിട്ട് കലഹം ഉണ്ടാകുന്നു. കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നു. പിന്നെ പ്രതീക്ഷിക്കാതെ ധനനഷ്ടമുണ്ടാകുന്നു. പിന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാമെന്നും പുതിയ കാര്യങ്ങൾ തുടങ്ങാമെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങളത് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ വിഷ്ണുവിനെ തന്നെ ഭജിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഭാഗ്യസൂക്താർച്ചന നടത്തുക. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട, ഈ 2.25 നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ളത്. നിങ്ങൾക്ക് ഈ വാരം വളരെ ശുഭകരമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ? വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സമയമാണ്. കൂടാതെ നഷ്ടപ്പെട്ടു പോയ ധനം തിരിച്ചു വരുവാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനുള്ള സമയമാണ്. കൂടാതെ 5-ാം ഭാവാധിപനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനോ പുതിയ തൊഴിൽ രംഗം കണ്ടെത്തുവാനോ പിന്നെ അങ്ങനെയുള്ള എല്ലാ യോഗങ്ങളും ഈ വാരം നിങ്ങൾക്ക് കാണുന്നു. അപ്പോൾ നിങ്ങളും വിഷ്ണുവിനെ ഭജിക്കുക. വിഷ്ണുവിനെ ഭജിച്ച് നിങ്ങളുടെ ഐശ്വര്യങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾ സമൃദ്ധമാക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങളെ സംബന്ധിച്ച് ഈ വാരം നിങ്ങൾക്ക് ശുഭകരമാണ്. കാരണം ഈശ്വരാധീനം ഉള്ള സമയമാണ്. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാതെയുള്ള ധനവരവുണ്ടാകും. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണിത്. പിന്നെ കൂടാതെ തൊഴിൽപരമായിട്ട് പുതിയ കാര്യങ്ങൾ വരുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം നിങ്ങൾക്കുണ്ടാകാനുള്ള സമയമാണ്. നിങ്ങൾ ഭജിക്കേണ്ടത് സുബ്രഹ്മണ്യ ഭഗവാനെയാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ ഭജിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണേണ്ടതാണ്. മകരം രാശി. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാരം അല്പം മോശകരമാണ്. കാരണം എന്തെന്നാൽ 7-2 ശനിയുടെ കാലമാണ്. അപ്പോൾ നിങ്ങൾക്കെന്താ? നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് തടസ്സമായിട്ട് വരാനുള്ള സാധ്യതയാണ്. ശത്രുക്കൾ വളരെയധികം കൂടുവാനുള്ള സമയമാണ്. നിങ്ങൾക്ക് വളരെയധികം അലച്ചിൽ, തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, പിന്നെ വസ്തു വാങ്ങുക, വിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഈ ആഴ്ച ഇടപെടരുത്. കാരണം എന്താ? നിങ്ങൾക്കത് വളരെയധികം സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ശാസ്താവിനെ ഭജിക്കുക. എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം നടത്തുക. അത് നിങ്ങൾക്ക് ദോഷശാന്തി വരുത്തുന്നതാണ്. കുംഭൻ രാശി. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ 45 നാഴിക. നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രശ്നമുള്ള വാരമാണിത്. കാരണം എന്താ? ജന്മശനിയാണ്. അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിൽ പോലും വഴക്കും ലഹളയൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. ശത്രുക്കളെ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുന്നുണ്ടാകുമായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു തടസ്സം നിങ്ങൾക്കുണ്ടാകുന്നു.
വളരെയധികം ദൂരയാത്ര, പിന്നെ വരവിനേക്കാൾ അധികം ചെലവ്, സാമ്പത്തികമായിട്ടുള്ള വളരെയധികം ഞെരുക്കങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ശാസ്താവിന് എള്ളു പായസം നേദിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും നീരാഞ്ജനവും നടത്തുക. നിങ്ങൾക്ക് ദോഷശാന്തി വരുന്നതാണ്. മീനൻ രാശി. പൂരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെ 2.25 നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിലുള്ളത്. അപ്പം നിങ്ങളുടെ ഈ വാരം ശുഭകരമായി തന്നെ കാണുന്നു. 5ാം ഭാവത്തിലെ ശുക്രനും നിങ്ങൾക്ക് വളരെയധികം സമ്പത്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സമില്ലാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പുതിയ വസ്തു വാങ്ങിക്കുവാനും വീട് വയ്ക്കുവാനും യോഗമുണ്ട് കേട്ടോ. പിന്നെ 7ാം ഭാവത്തിലേക്ക് വ്യാഴൻ്റെ ദൃഷ്ടികളുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇപ്പോൾ നല്ല സമയമാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാനും ഒക്കെ നല്ല സമയമാണ്. നിങ്ങൾക്ക് ഈശ്വരാധീനം അനുകൂലമായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഈ വാരം കണ്ടുവരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യുക. ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ വഴിപാടർപ്പിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഐശ്വര്യങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് നിങ്ങളിൽ തന്നെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുക, കറുകഹാരം വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ പറഞ്ഞത് പൊതുവായ ഫലങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകവുമായിട്ട് ഈ ഫലത്തിന് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ ശനിദശയുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കാം. എന്നാൽ ശുക്രദശയുള്ള ആളുകൾക്ക്, വ്യാഴദശയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഫലം നേരെ വിപരീതമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ഫലം എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് സന്ദർശന സമയം അറിയിച്ച് നിങ്ങൾ നേരിട്ട് വരേണ്ടതാണ്.